മോനിവിടെ ഞങ്ങൾ ഇപ്പൊ വരാം. കണ്ണിലെന്താണോ? ആരാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. നീ ആരാ? സച്ചിൻ. കയ്യിലെവിടെ? 2 1.5 അടിയും കൃത്യം. ഓന്റെ അച്ഛനും അമ്മയും അവർ രണ്ട് വഴിക്ക് പോയി. മൈ ഗോഡ്, എന്റെ ഈശ്വര, ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യന്റ് ഇച്ഛിച്ചതും മിൽക്ക് തന്നെ. മോനെ, മോൻ മാമന്റെ കൂടെ വാ. എന്തിനാ? മോനെ ഞാൻ കപ്പയും മീനും പപ്പയും മമ്മിയും കാണിച്ചു തരാം. പപ്പയും മമ്മിയും വരും. വരും. അവര് ഡൈവേഴ്സ് ആയി പോയില്ലേ? മോൻ മാമന്റെ കൂടെ വാ. വാ വാ. തനിക്ക് എന്താ കാര്യം? ഈ അനാഥ കുട്ടിയുടെ കാര്യത്തിൽ താൻ ഇടപെടാൻ പാടില്ല. അനാഥ കുട്ടിയോ? ഞങ്ങളുടെ കുട്ടിയാ. എന്താ തെളിവ്? ഒന്ന് മാറിയേ. വാമനെ, 3.5 അടി 1 അടി തീർന്നത് ഭാഗ്യം. കിടക്കായിരുന്നില്ലേ മോളെ? നേരം ഒരുപാടായി. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല അച്ഛാ. എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായെന്ന് അച്ഛനറിയോ? ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണോ നീ പറയുന്നത്? DGPയെ കൊണ്ട് സകല പോലീസ് സ്റ്റേഷനിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദുഃഖം മനസ്സിലാക്കാൻ ഈ അച്ഛനാവും മോളെ. ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് അവൻ തന്നെയാ, ആ രാജീവ്. നോക്കിക്കോ, അവൻ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, ഒരു പോറല് പോലും ഏൽക്കാതെ നിന്റെ മോനെ ഈ അച്ഛൻ തിരിച്ചു കൊണ്ടുവരും. ഹലോ, അതെ പോലീസ് സ്റ്റേഷനാണ്. എന്ത് പശുകുത്തി എന്നാ? ഏതെങ്കിലും വനിതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറ. വല്ല കാളയോ പോത്തോ കുത്തുമ്പോ ഇങ്ങോട്ട് വിളിച്ചു പറ. വെക്കടാ പോ. സാർ, അവര് വന്നിട്ടുണ്ട്. വണക്കം. ഏതായാലും സാറ് വിളിപ്പിച്ച സ്ഥിതിക്ക് വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. ഇതും കൂടി ആകാന്ന് കരുതി. ദേ, മോഷ്ടിച്ചതല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അയ്യോ, ദേ ഫോൺ വേസ്റ്റ് ആയി. വെക്കടാ ഫോൺ. വെക്കടി, ബാഗ് വെക്കടി. സോറി, പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ് സാർ, ഇത് ബേക്കറി സാധനങ്ങൾ. മോഡേൺ ബ്രെഡ് എവിടെ? അയ്യോ, അത് എടുക്കാൻ പറ്റിയില്ല. വലിച്ചെടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞല്ലോ. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് കുട്ടിയാണ്. കുപ്പിയാ? അയ്യോ, കുപ്പി കൊണ്ടുവരാൻ മറന്നുപോയി. വേണം ഇപ്പൊ വരുത്തിക്കാം. ഏതാ ബ്രാൻഡ്? ബ്രാൻഡി സാറ് കഴിക്കൂല. ഇല്ലേ? കുപ്പിയല്ല, കുട്ടി. അയ്യോ, സാറിന് കുട്ടിയില്ലടി, പാവം. കുട്ടി വേണോ? ആട്ടെ, വൈഫുണ്ടോ? ആ കുട്ടിയല്ല, ഇതൊരു കാണാതായ കുട്ടിയെ കുറിച്ചാണ്. അത് ശരി. അയ്യോ മക്കളെ, ഇനി വരി, ഇപ്പൊ വരും. 1 2 3 4 5. ഹായ്, ഇതെല്ലാം എന്റെ മക്കളാ. എന്റെയും. 2 പേര്. ഓഹോ, എന്താണ് അതിന്റെ പേര്? രാജ് കപൂർ, ഷമി കപൂർ, ശശി കപൂർ, ഋഷി കപൂർ, അനിൽ കപൂർ. കൊള്ളാം, എല്ലാ സിനിമാ ഫാമിലിയാണല്ലേ? ഓരോ സിനിമയും കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി പറയാൻ വയ്യ. എനിക്ക് വേണ്ടത് ഇവനെയാണ്. വിടല്ലേ സാർ, ഇവനാണല്ലേ സാർ. ഇവനെ ഞാൻ തിരക്കി നടക്കുകയാണ്. ഇവൻ എന്നെ പറ്റിച്ചവനാണ്. ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വിടില്ല സാർ. സാർ ഇവനെ കണ്ട ഉടൻ എന്നെ വിവരം അറിയിക്കണം. നമ്പർ 427593. ഓക്കെ? അതല്ലടോ, പിന്നെ താൻ തന്നെ ഇവനെ കണ്ടുപിടിച്ച് ആ നിമിഷം ഇവിടെ എത്തിക്കണം. ഇവനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഓഹോ, മുകളിൽ നിന്നുള്ള ഉത്തരവാ. കാണാതായ കുട്ടിയെ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? അതെന്റെ ഡ്യൂട്ടി അല്ലല്ലോ. സാറിനോട് അധികം പ്രസംഗം പറയൂടാ.
രണ്ടെണ്ണം കൊടുക്കട്ടെ സാർ ഇപ്പൊ കൊടുക്കണം. അവൻ കണ്ടുപിടിച്ചുകൊണ്ടുവരും, അപ്പ കൊടുത്താ മതി. ഇല്ലേടാ? അത് മതി. ഒരാഴ്ച ഞാൻ സമയം തരും. എന്നെ പറ്റിക്കാൻ നോക്കരുത്. അതുവരെ ഇതിൽ ഒരുത്തൻ ഇവിടെ കിടക്കട്ടെ. ഒരാള് മതിയോ? രണ്ടുപേരും നിൽക്കട്ടെ സാർ. എന്താണ് നിന്റെ പേര്? ആ, ഋഷി കപൂർ മാത്രം ഇവിടെ കിടന്നാ മതി. ബാക്കി കപൂർ ടീം പോവാൻ നോക്ക്. പോടാ പോടാ, വണ്ടി ഇട്. നിന്നോടും കൂടിയാ പറഞ്ഞത്. ആ സീറ്റ് എടുത്തോടി. അല്ല ഇവിടെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ. വരാതിരിക്കല്ലേ, അല്ലെങ്കിൽ കയ്യെന്ന് വിടറ. കാണാതായ കുട്ടിയെ കണ്ടെത്താൻ നിനക്ക് 7 ആഴ്ച സമയം തന്നു. 7 ആഴ്ചയോ? ഒരാഴ്ചയല്ലേ? എടാ, 7 ആഴ്ച കൂടുന്നതാ ഒരാഴ്ച. അതറിയില്ലേ? ഇല്ല. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. ഞായറാഴ്ചക്ക് ശേഷം ഒരാഴ്ച കൂടി തരണം സാർ. തന്നിരിക്കും. തിങ്കളാഴ്ച. അത് നേരത്തെ തന്നില്ലേ? ഇല്ലേ? അതെ, നേരത്തെ ഒരാഴ്ച കൂടി സമയം തന്നാൽ എടാ, അതിനു മുമ്പ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആയി പോവില്ലേ? സാർ പോയിക്കോ. വരുമ്പോഴേക്കും ഞാൻ ചക്കര കൊണ്ട് നിർത്താം. ഇടിച്ചതിന്റെ പെന്തകം തർത്തമായി ഞാൻ. വാച്ച് കോസ്റ്റ്ലിയാ. വാച്ചല്ല, മനസ്സ്. ചങ്ക് വിളിച്ചു കാണിച്ചാലും മുല്ലപ്പ് എന്ന് പറയുന്ന സാറിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലായടാ? ആ. എനിക്ക് മനസ്സിലായി. ആ. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കടാ. ഏ? പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരന്റെ പോക്കറ്റ് അടിക്കുന്നോടാ. കള്ള റാസ്കൽ. കോൺസ്റ്റബിൾ. മതി 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 മതി. ഇനി ഇവനെ ഇരിക്കാതിരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നീ എന്തിനാണ് കരയുന്നത്? അതല്ലേട്ടാ, 4ാമതൊരു ഇടിയും കൂടി ഇടിച്ച് കുറച്ച് ഈ ചേട്ടൻ ചത്തുപോയാൽ നമ്മളല്ലേ കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടത്? മേശപ്പുറത്തിരിക്കുന്ന എന്നോട് തമാശ പറയുന്നോടി. മിണ്ടിപ്പോകരുത്. ഒരു കാര്യം ചെയ്യാം, ഇവൾ ഇവിടെ നിൽക്കട്ടെ, നീ പോയി കുട്ടിയെ കൊണ്ടുവാ. കേട്ടോ, ഈ രണ്ടുപേരും നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല, മണ്ണുണ്ണികളാ. ആ എലിമ്പം പോലീസാണ് ഈ കുരച്ച് എന്താടി? അല്ല, ചോദിക്കുന്ന പീഡനത്തിന് സാധ്യതയുണ്ടോന്ന്. എന്ത്? അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്മാരെ കണ്ടാ നല്ലവരായിട്ട് തോന്നുന്നു. ഞാനിവിടെ നിന്നോളാവേ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി. ഇവിടെ കിട്ടുവോ? എന്തു പറയുന്നടാ? ഒരു കാലിച്ചായം കൂടി കൊടുത്താൽ സന്തോഷമായി. ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ കുട്ടിയെ കൊണ്ടുവന്ന് തരണം. അതുവരെ ഈ മസാല ദോശ ഇവിടെ മദാലസേ? മദാലസയല്ല, മസാല ദശ. അത് പറ്റില്ല സാർ. കിടത്തയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കിടത്തണം. ഒരുമിച്ച് കിടത്താൻ ഇതെന്താടാ സുഖവാസ കേന്ദ്രോ? കുഴപ്പമില്ല സാർ. സാർ, ഇവളെ ഇതേ ഷേപ്പിൽ തന്നെ എനിക്ക് തിരിച്ചു തരണം. ഷേപ്പ് മാറ്റില്ലേ സാർ? അയ്യേ, ഈ ചേട്ടന്റെ ഒരു കാര്യം. ആൾ ഇന്ത്യൻ സാർ, മീ കസിൻ സിസ്റ്റേഴ്സ്. Yes. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. Yes. ഈ ആണുങ്ങൾക്കാ ഇപ്പൊ പേടി, അല്ലേ സാറേ? എന്നാ നീ പോ. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല? പോകാം സാർ. എന്നും ഞാൻ യാത്ര ചോദിച്ചു പോകുമ്പോൾ ഇവൾക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട്. അത് ഞാൻ കൊടുത്തോട്ടെ സാർ? ഇംഗ്ലീഷ് കിസ്സേ. അയ്യോ. വേഗം വേണം. ഡാർലിംഗ്, കം ഓൺ. ഏമാ നോക്കുന്നു. ആയ്, ഒന്ന് തിരിഞ്ഞേക്ക് സാറേ. ഇതിനൊക്കെ ഒരു മറ വേണ്ടേ? വാ, അങ്ങോട്ട് തിരിയട്ടെ. അങ്ങോട്ട് പോകട. എന്താടോ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? ഇംഗ്ലീഷ് കിസിന് ശബ്ദമൊന്നും കേൾക്കൂല സാർ. മലയാളം കിസിനല്ലേ ഇങ്ങനെ ശബ്ദം കേൾക്കും. എന്താടോ? എടോ, കഴിഞ്ഞില്ലേ? ഇതൊരു മെഗാ കിസ്സാണെന്ന് തോന്നുന്നു സാർ. കഴിഞ്ഞൊന്ന് നോക്കടോ. സാർ, അങ്ങോട്ട് നോക്കാത്തടോ, അതൊരു ഫാമിലിയാ. അവന് പോയി. ദൈവമേ, ചതിച്ച. എവിടെ തൊപ്പി? ആ തൊപ്പി അല്ലടോ എന്റെ തൊപ്പി. കൊന്തം പിടിക്കുന്നത് പോലെ നിൽക്കാതെ പോയി പിടിച്ചോണ്ട് വാടോ.